ഹലോ ഗായ്സ്, നമ്മളിന്ന് വെണ്ട ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ട ഫ്രൈ വേഗം ഉണ്ടാക്കാം. നമുക്ക് ഒരു വെണ്ടയ്ക്ക ഇത്ര വെണ്ട ഉണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. ആ ലൈക്ക് ബട്ടൺ ഇല്ല, ഒന്ന് അടിച്ചു കൊടുത്തത് അടിച്ച് കയറി പറയും. നമ്മൾ വെട്ടി കുറേ വെട്ടാൻ കഴിയും. ഇതൊക്കെ വെട്ടണം. വെണ്ട വെട്ടി കുറച്ച് സാധനങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തെ വീഡിയോ ഉണ്ട് ഗൈസ്. ഈ ബ്ലോഗിൻ്റെ എല്ലാവരും ബെൽ ബട്ടൺ ഒക്കെ അടിച്ചാൽ വിളിക്കും. സ്മൂത്ത് ഏരിയ ഉണ്ട്, സ്മൂത്ത്. ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു സാധനം വരും. അപ്പം നിങ്ങൾ ഈ സാധനം ഉള്ളൂ അങ്ങനെ കളയണം. പിന്നെ വേഗം ആക്കാൻ പറ്റും. ഞാൻ ചെറുതായിട്ട് മറന്നു ഗൈസ്. വെണ്ട എല്ലാവരും ശുദ്ധിയായി കഴുകണം. കഴുകിയില്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ പകരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഈ വെണ്ട നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കും കേട്ടോ. ഇപ്പോൾ ഫുള്ള് വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ചേരുവകൾ ചേർക്കാം. മസാലകൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ്, രണ്ടാമതായി മുളക് പൊടി, കാശ്മീരി ചില്ലി, മൂന്നാമതായി മഞ്ഞപ്പൊടി. ഇനി കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കരിവേപ്പിൻ്റെ ഇല ഇടുകയാണ്. ഇനി നമുക്ക് ഗരം മസാലപ്പൊടി കുറച്ചിടാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഇളക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാം. നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ അതിലേക്ക് അടുപ്പത്തേക്ക് കുറച്ച് ഒഴിക്കാം. ഇനി കുറച്ച് നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇടാം. ഇങ്ങനെ ഇട്ട് വെക്കാം. ഇനി കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കാം. ഫുള്ള് ഇതിലിടാം. ഒന്നും ബാക്കിക്കാൻ പാടില്ല. പതുക്കെ നമുക്ക് ചെറു തീയിൽ ഇത് മുരിച്ചാണ്ട് എടുക്കാം. കുറേ ഇളക്കി കൊടുക്കണ്ട. മിക്സ് അടിയ കുറേ ഇങ്ങനെ ഇളക്കണം. ഓക്കെ, നമ്മൾ കുറേ നേരം ഇളക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇത് അടച്ചു വെച്ചാൽ വേഗം മുരിപ്പില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം. എന്നാൽ വേഗം മുരിഞ്ഞ് നമുക്ക് കിട്ടും. അതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോഴുള്ള വെണ്ടയ്ക്കേൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇതാണ്. ഇനി മുരിയുമ്പോൾ നല്ല രുചിയാകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ റെഡിയാവും, ചിലപ്പോൾ റെഡിയാവില്ല. ഇതാണ് നമ്മൾ വിചാരിച്ചത്. ഏകദേശം കഴിയാനായി വിഭവം. ഇനി കുറച്ച് നേരം കൂടി 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ഈ അടുപ്പത്തെ വെക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഗൈസ്.
അടുത്ത വീഡിയോയിൽ നമ്മൾ ബ്രോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലെല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തുകൊണ്ട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ നമ്മളുടെ വിഭവം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് എടുക്കാം. ഓഫാക്കിയിട്ടുണ്ട്. ചോറ് തിന്നുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇത് ചോറ് തിന്നുമ്പോൾ ഇത് തിന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ അടുപ്പത്താണ് ചോറ്. ഏകദേശമൊക്കെ വേവി കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല ചൂടൊക്കെയാണ്. വെയിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. നല്ല ചുട്ട വെയിലാണ്. അതിൽ നമ്മൾ തീയൊക്കെ കത്തിച്ചാണ്. ഇപ്പോൾ കെട്ടുപോയിന്. ഇനി നമുക്ക് കത്തിക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പപ്പടവും കറികളും റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ചോറും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനായി ഇവിടെ സാധനങ്ങൾ വിളമ്പാം. ആദ്യം തന്നെ നമ്മുടെ പഴങ്ങളുടെ രാജാവായ മാങ്ങച്ചാർ അമ്മയുണ്ടാക്കിയത്. അമ്മു ചേച്ചിയുടെ സ്പെഷ്യലായ ഉപ്പേരി, പിന്നെ മോരുകറി, അല്ല കുമ്പളങ്ങക്കറിയാണ്. ആരുണ്ടാക്കിയതെന്ന് നമുക്കറിയില്ല. പിന്നെ പപ്പടം, പിന്നെ എൻ്റെ സ്പെഷ്യലായ ഉപ്പേരിയും. ഇനി നമ്മൾ കഴിക്കാനായി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ നമ്മൾ തിന്നുകയാണ്. ഇത് വീഡിയോൻ്റെ അവസാനം അടുത്ത വീഡിയോയിൽ നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. നിങ്ങളോട് എല്ലാവരും അറിയിപ്പ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.